ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാം മുത്തുമണികൾ സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം മുത്തുമണികളെ. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഈ തീയൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ പലഹാരത്തിനൊക്കെ കഴിക്കാനായാലും ചോറിനായാലും എല്ലാത്തിനും കഴിക്കാനായിട്ട് നല്ല അടിപൊളി തീയലാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഞാൻ കിഴങ്ങ്, മുരിങ്ങയ്ക്ക, തക്കാളി, സവാള, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ എണ്ണയൊഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. കുറച്ചൊന്ന് പരുവമാക്കി എടുക്കുകയാണ്. ഞാൻ ഫുള്ളായിട്ടൊന്നും ഞാൻ എണ്ണ ഒഴിക്കുന്നതും കടുക് പൊട്ടിക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല. കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനിതെല്ലാം ഒന്നും ചെറിയ രീതിയിലൊന്ന് അതിനകത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ആ ഒരു ഇതിൽ കിടന്ന് വേകാൻ വേണ്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെള്ളം പിന്നെ നമുക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. ആവിയിൽ മാത്രമാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കിഴങ്ങും, മുരിങ്ങയ്ക്ക, സവാള, തക്കാളി, കൊച്ചുള്ളി ഇതെല്ലാമായിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഞാൻ കുറച്ച് കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊഞ്ചിടുന്നതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്കിതിൻ്റെ കൂടെ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി തീയലാണ് കേട്ടോ മുത്തുമണികളെ. ഇങ്ങനെയൊക്കെ നിങ്ങളും കൂടെ ഒന്ന് വെച്ച് നോക്കണേ മുത്തുമണികളെ, പ്ലീസ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്താ ഇത്ര പ്രത്യേകത എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത് മുത്തുമണികളെ. അപ്പോൾ നല്ലതുപോലെ നല്ലതുപോലെ ഒരു പരുവം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തില്ല, കുറച്ചേ ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ ഉപ്പൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു ഉപ്പിടുന്നതൊന്നും. ഇനി വേണമെങ്കിൽ നമുക്ക് പോരെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരായി വന്നു. അപ്പോൾ കുറച്ച് ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് മല്ലി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ഇറച്ചി മസാലയുടെ അതും കൂടെ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. പെരുംജീരകം ഇതെല്ലാം കൂടെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ ഒരു പരുവം മതി കേട്ടോ. മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മുത്തുമണികളെ. അപ്പോൾ ഞാൻ ഇത്രയും ഒരു പരുവത്തിനാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ചേർത്തിട്ടില്ല വറുക്കാൻ നേരം. ഇതിനകത്തോട്ട് പച്ചയ്ക്കാണ് തേങ്ങ ഇടുന്നത്. 5-6 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പിന്നെ തേങ്ങ തിരികെതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പച്ചയ്ക്ക്. ഞാൻ തേങ്ങയും മുളക് പൊടിയും കൂടിയല്ല ഞാൻ വറുത്തത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലകളൊക്കെയാണ് വറുത്തെടുത്തത്. തേങ്ങ ഞാൻ അതിനകത്തിട്ട് വറുത്തില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ജോലിയും എളുപ്പമാകും. തീയൽ കറി നല്ല അടിപൊളി തീയൽ കറിയുമാണ്. അപ്പോൾ വേണ്ട ഇത്രയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല. പരുവത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിത് വേവിച്ചെടുത്തത്. ആദ്യം നമ്മൾ ആവിക്കകത്ത് വേവിച്ചെടുത്തല്ലേ, അപ്പോൾ ഒരുപാടൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരപ്പ് ഇവിടെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഞാനങ്ങനെ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല മുത്തുമണികളെ. അപ്പോൾ ഈ പരുവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ തീയൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് തേങ്ങ നമ്മൾ വറുത്ത് മസാലകളൊക്കെ വറുത്തരച്ച് പച്ചയ്ക്ക് തേങ്ങായി ഇട്ടൊന്ന് അരച്ച് ഈ ടേസ്റ്റുമായിട്ടുള്ള ഈ കറിയൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കുക. പിന്നെ അത്യാവശ്യത്തിന് കുറച്ചും കൂടെയൊക്കെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് മുത്തുമണികളെ. അപ്പോൾ ചെറിയൊരു വീഡിയോസാണ് എൻ്റെ. ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല, ലോങ് വീഡിയോ ഒന്നുമല്ല, ഒത്തിരിയും മിനിറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം മുത്തുമണികളെ. അസ്സലാമു അലൈക്കും.